മലയാളത്തിലെ തന്നെ ആദ്യത്തെ റിയൽ ഓട്ടോമൊബൈൽ എന്റർടൈൻമെന്റ് ഷോ ആയ ഫ്ലൈവീൽ അതിന്റെ 50ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷം കോഴിക്കോട്ടെ മറീന റെസിഡൻസിയിൽ വെച്ച് നടത്തി. ചടങ്ങിൽ കൈരളി TMT സ്റ്റീൽ ബാർസിന്റെ ഡയറക്ടറും ഫ്ലൈവീൽ ടീമിന്റെ ക്രിയേറ്റീവ് സപ്പോർട്ടറുമായ ശ്രീ ഹുമയൂൺ കലിയത്ത് സദസ്സിനെ സ്വാഗതം ചെയ്തു. വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യന് ദൈവം വലിയ അനുഗ്രഹം കൊടുക്കും, അത് ബുദ്ധിയാണ്. ദൈവത്തിന് മനുഷ്യന് അത്രമൊരു ബുദ്ധി കൊടുക്കുവാനുള്ള കാരണം എന്ത് തന്നെ ആയിക്കോട്ടെ, മനുഷ്യൻ ആ ബുദ്ധി ഉപയോഗിച്ച് സഞ്ചരിക്കാൻ ആവശ്യമുള്ള ഒരാശയം വന്നപ്പോൾ ഇപ്പോൾ ഈ വർഷം നമ്മൾ മനുഷ്യൻ സഞ്ചരിക്കാൻ ആവശ്യമുള്ള വാഹനം കണ്ടുപിടിച്ചിട്ട് 125 വർഷമായി. എല്ലാ കാലത്തും ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ അതിന്റെ യുവത്വം എപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വണ്ടികളും ഈ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ഭൂമിയുടെ മുക്കിലും മൂലയിലും, ഭൂമിയുടെ ഉള്ളിലും പുറത്തും, ബഹിരാകാശത്തും, അങ്ങനെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് നമ്മൾ ഒരുമിച്ച് ആ സമയത്ത് വരുന്ന എല്ലാ മോഡലുകളും അന്നേ നമ്മൾ പോയി ഷോറൂമുകളിൽ പോയി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു സംതൃപ്തി നമുക്ക് അങ്ങനെ വരുന്നത്. വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും, അതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ നമ്മൾ തമ്മിൽ പങ്കുവയ്ക്കും. അങ്ങനെ ഒരു സമയത്ത് ഇത് എന്തുകൊണ്ട് നമുക്ക് മീഡിയ കൂടെ ജനങ്ങളിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മീഡിയ കൂടെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചൂടാ എന്നുള്ളൊരു ആശയം വന്നപ്പോഴാണ് ഫ്ലൈവീൽ അവിടെ തുറക്കമാക്കുന്നത്. വളരെ നല്ലൊരു ടീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യ TVയുടെ സപ്പോർട്ട്, വളരെ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു എൻട്രി നമുക്ക് കിട്ടി. അത് വളരെ അതിന്റെ നെടുന്തൂണായിട്ട് നിൽക്കാൻ ഹാനിയെ പോലുള്ള ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് ആ ഒരു പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും നല്ലൊരു ഇതിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു റേറ്റിംഗ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായി. നല്ലൊരു എമൗണ്ട് ആൾക്കാർ അത് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഈ സന്തോഷ മുഹൂർത്തത്തിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ള ഇന്ത്യയിലെ നമ്പർ 1 ബൈക്ക് റേസറും ഉയർന്നു വരുന്ന സിനിമാ സ്റ്റാറുമായ ദിലീപ് റോജർ ഫ്ലൈവീലിലേക്ക് സ്വാഗതം ചെയ്തു. മിസ്റ്റർ ശേഖർ ദാസ് ഈസ് ഓൺ ദ വേ, കൊച്ചിയിൽ നിന്ന് വരികയാണ്. ഈസ് കമ്മിങ് ഓൺലി ജസ്റ്റ് ടു അറ്റൻഡ് ദിസ് ഫംഗ്ഷൻ. ഹി ഈസ് ദി മാനേജിംഗ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മെർസിഡീസ് ബെൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈസ് ഓൺ ദ വേ ഫ്രം കൊച്ചി. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഹാനിയുടെയും എന്റെയും കുടുംബ സുഹൃത്തും ഡബിൾ ബാർ വിത്ത് ഷിപ്പിംഗ് കമ്പനിയുടെ GM-മായ മിസ്റ്റർ TM നജീബ് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P ദാമോദരൻ സാറേയും ഈ വേദിയിലേക്ക് സ്വാഗതം. എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ KP ആലിക്കോയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും, ഫ്ലൈവീലിന്റെ ആരാധകർക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും എന്റെ പേരിലും ഫ്ലൈവീലിന്റെ പേരിലും സ്വാഗതം നൽകുന്നു. ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റും ഫ്ലൈവീൽ ടീമിന്റെ ഡയറക്ടറും ടെസ്റ്റ് ഡ്രൈവ്സും പ്രസന്റ് ചെയ്യുന്ന ശ്രീ ഹാനി മുസ്തഫ ഫ്ലൈവീലിന്റെ ഇതുവരെയുള്ള സംരംഭത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം നൽകി. I welcome all of you on my behalf and my Flywheel's behalf and all my friends and family. A warm good evening to you all. English will challenge. It is always better to have a sight in the rearview mirror to know from where you start and to go further ahead. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈവീലിന്റെ ഒരു നായികകളിൽ എത്തി നിൽക്കുകയാണ് ഇപ്പം 50ാം എപ്പിസോഡ്. അത് എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒന്ന് ഫാസ്റ്റിലേക്ക് പോകണം തോന്നുന്നു. കാരണം ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്തേജനം കിട്ടാനും കൂടിയും നമ്മളെ എന്നിലും എന്നെക്കാളേറെ എൻ്റെ ടീമും ഒക്കെ തൊട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫ്
ടു ഫാസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്. സാധാരണ കുട്ടികൾ പഠിക്കാറുള്ളത് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്തോ എൻ്റെ ബ്ലഡിൽ ഓട്ടോമൊബൈൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പഠിച്ചത് എ ഫോർ ആമ്പാസിഡർ, ബി ഫോർ ബെൻസ്, സി ഫോർ കാഡിലാക്ക്, ഡി ഫോർ ബോൾ ഇങ്ങനെയായിരുന്നു പഠിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഓട്ടോമൊബൈൽ എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേരുന്ന ഒരു സംഗതിയായി പോയിട്ടുണ്ട്. അത് പലരും മാറ്റാൻ ശ്രമിക്കുകയും കുട്ടികളെ കണക്കിലിറക്കിയാലും ചെയ്തു. ബട്ട് ഐ വാസ് വെരി സീരിയസ് ഇൻ ദാറ്റ് വേ. ഞാനതിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെന്നല്ലായിരുന്നു കരുതിയിരുന്നത്. ഒരു ഓട്ടോമൊബൈൽ ഡിസൈനർ ആവുകയോ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവുകയോ ചെയ്യണമെന്നായിരുന്നു കരുതിയിരുന്നത്. ബട്ട് നമുക്കെല്ലാവർക്കും, നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഫാമിലിയായിട്ട് കഴിയുന്നവരാണ്, ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ചെറുതാണെങ്കിലും നമ്മുടെ ഒരു പ്രസ്ഥാനം ഫാമിലി കൺസേൺ ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ചേരണമെന്നുള്ളത് ആവശ്യം എനിക്കെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഐ ടു BBA ആൻഡ് കംപ്ലീറ്റഡ് MBA. ബട്ട് മീൻ ടൈം ഞാനത് എൻ്റെ ബ്ലഡിലുള്ള സംഗതി ഞാനത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പ്രശാന്ത് ഒരിക്കൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു ഒരു TV ഒരു ഷോനെ കുറിച്ചിട്ട്. പ്രശാന്ത് നമ്മുടെ ഇപ്പം ചീഫ് ക്യാമറമാനാണ്. പക്ഷെ നമ്മളൊരു ഫാമിലി ഒരു അടുപ്പുള്ളതുകൊണ്ട് പുള്ളിയായിട്ട് നേരത്തെ നമുക്ക് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടെന്നപ്പോൾ ഞാൻ ആദ്യം നിരസിക്കുക ചെയ്തത്. കാരണം ഐ വാസ് വെരി ഷൈ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അപ്പോൾ ഞാൻ പറഞ്ഞത് നടക്കില്ല, പറ്റുന്ന കാര്യമില്ല എന്നാണ്. ബട്ട് ഹീ കീപ് ഓൺ എൻകറേജിങ് മീ. എപ്പോഴും പറയും ഇതാക്കും. ലാസ്റ്റ് ഒരു നോമ്പ് സമയത്ത് ഞാൻ പറഞ്ഞു നോമ്പ് കഴിഞ്ഞോട്ട് എന്നിട്ട് ആലോചിക്കാൻ വന്നിട്ട് ഒഴിവാക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ബട്ട് ഹീ കെപ്റ്റ് എന്താ പറയുക, ഒരു പിടുത്തം വിട്ടില്ല എന്ന് തന്നെ പറയാം. നോമ്പ് കഴിഞ്ഞ ഉടനെ വന്നു എൻ്റെ അടുത്ത് വന്ന് തുടങ്ങില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നടക്കും തോന്നില്ല, പക്ഷേ നമുക്ക് വേണമെന്ന് ആലോചിച്ച് നോക്കാന്ന് പറഞ്ഞു. മീൻ ടൈമിൽ നമ്മുടെ അടുത്ത മറ്റു സുഹൃത്തുക്കൾ ഇപ്പം നെസ്ലി, ഷെബീർ ഇപ്പോൾ ദുബൈയിലാണ്. ഇങ്ങനത്തെ ആളുകളും എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്രയും ആളുകൾ പറഞ്ഞപ്പോൾ അവർ വാക്കൊന്ന് പരിഗണിക്കണമെന്ന് കരുതി ഒരു ചാൻസ് നോക്കാന്ന് പറഞ്ഞ് ഒപ്പനായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു എത്ര ഒരു എപ്പിസോഡ് ചെയ്യാൻ. ഓക്കെ, ഐ അഗ്രി ഫോർ ദാറ്റ്. പുള്ളിയാണ് എന്നോട് ചെയ്തോളം പറഞ്ഞു. ആദ്യത്തെ ടേക്ക് 14 റീടേക്കാണ് ഉണ്ടായത്. കാരണം മുമ്പ് ഇന്നസെന്റ് ഒരു ഫിലിമിൽ അരി പുറക്കിയ അതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കുള്ളത്. കോസ്റ്റ്യൂം എല്ലാം ഫുള്ള് വേർത്തു. അങ്ങനെ ഒരു ഓറഞ്ച് ഷർട്ട് ആയിരുന്നിട്ട് അതെല്ലാം റെഡായി മാറി. എന്നാലും അതങ്ങോട്ട് എടുത്തു, അതങ്ങോട്ട് തീർത്തു എന്ന് തന്നെ പറയാം. തീർന്നതിന് പിന്നീട് ഇങ്ങോട്ട് ചെയ്യരുതെന്ന് തന്നെ വിചാരിച്ചു. ബട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ആ മിസ്റ്റേക്സ് എല്ലാം രാത്രി പ്രശാന്ത് പറഞ്ഞു. പിറ്റേന്നുള്ള ഷൂട്ടിന്റെ ടേക്ക് എല്ലാം കുറഞ്ഞു. ഒരു കോൺഫിഡൻസ് ബിൽഡായി. ഞങ്ങളൊരു പൈലറ്റ് എപ്പിസോഡ് എന്നുള്ള ഒരു 8 എപ്പിസോഡ് ഞങ്ങൾ ചെയ്തു. അങ്ങനെ അന്നത്തെ ഒരു പ്രമുഖ ചാനലിലായിരുന്നു നമുക്കൊരു പ്രപ്പോസൽ ഇങ്ങോട്ട് വന്നിരുന്നത്. അവരുടെ അടുത്ത് ഞങ്ങൾ പോയി നമ്മൾ പ്രപ്പോസൽ കൊടുത്തു. ബട്ട് എന്താണെന്നറിയില്ല, ഒരു സാധാരണ ഒരു കോർപ്പറേറ്റ് കമ്പനീൻ്റെ അടുത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നില്ല ഉണ്ടായിരുന്നു. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ പോലെ വളരെ 8 എപ്പിസോഡ് 8 മാസം ഞങ്ങൾ അതിന്റെ പിന്നാലെ നടന്നൊന്നും ആയില്ല. അവിടുന്ന് വിട്ടിട്ട് സൂര്യൻ ജോയിൻ ചെയ്ത മിസ്റ്റർ പ്രകാശ് മേനോൻ, ഇപ്പം കിരൺ ടിവിയുടെ അടുത്താണത്. അത് എന്നെ വിളിച്ചു വെച്ചാൽ ഞാൻ ഇന്ന് അങ്ങനെ പ്രപ്പോസൽ തന്നിരുന്നല്ലോ, ആർ ഇൻട്രസ്റ്റഡ് ഇൻ സൂര്യ, വയനാട് അയച്ചോട്ട് പോയി. അങ്ങനെ പറഞ്ഞ എന്നോട് പ്രപ്പോസൽ തരാൻ പറഞ്ഞു. വിത്തിൻ 2 weeks കോൾ മീ ബാക്ക് ആൻഡ് ടോൾ മീ 10 March 6 ഒരു സ്ലോട്ട് ഒഴിവുണ്ട്, ചെയ്യാൻ പറ്റുന്ന വെച്ചു. ഞാൻ ഒന്ന് ചോദിച്ച് പറയാൻ പറ്റി. നമ്മൾ ടീമിനായിട്ട് ചോദിച്ചു, വയനാട് നമ്മൾ ചെയ്തോളാം, കാരണം എല്ലാ മെറ്റീരിയലും ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ചെയ്യാൻ പറഞ്ഞു. ഐ അഗ്രി. നമ്മൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന 8 എപ്പിസോഡും ടെലികാസ്റ്റ് ചെയ്തു. വേറെ ഗുഡ് റെസ്പോൺസ്. വി കണ്ടിന്യൂഡ്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ 50 എപ്പിസോഡ് എത്തിയിട്ടുണ്ട്. ഈ 50 എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹവും ഒരു പ്ലാനും ഉണ്ടായിരുന്നത്, ഇതൊരു സാധാ ഓട്ടോ ഷോ അല്ലെങ്കിൽ ഒരു സാധാരണ ഇവിടെ റോഡ് കാണുന്ന വെഹിക്കിളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിലുപരി റിയൽ എൻതൂസിയാസ്റ്റിക് ഷോ ആക്കി മാറ്റണം എന്നായിരുന്നു. അതായത് ഇവിടെ കാണാത്ത വെഹിക്കിൾ അല്ലെങ്കിൽ ഇവിടെ തന്നെ റയർ ആയിട്ടുള്ള വെഹിക്കിൾ, അതിന്റെ ടെക്നോളജിയും പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള സംഗതിയും കാണിക്കുക. ഒരു ബാക്കിയുള്ള ഷോ ഒന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഉമ്മൻ പറഞ്ഞു നമുക്ക് 4.7 റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അത് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അതിലും തന്നെ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ജെൻസാണ്. ജെൻസിന്റെ ടൈം അല്ലാതെ കൂടിയും നമുക്ക് 4.7 റേറ്റിംഗ് കിട്ടുക നല്ലൊരു റെസ്പോൺസ് ആണെന്നാണ് എനിക്ക് സൂര്യൻ എന്നുള്ള സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ആ ഒരു രീതി വരെ എത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അതിന് നമ്മുടെ പ്രേക്ഷകരും പ്രത്യേകിച്ച് നല്ല റെസ്പോൺസാണ് എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടുന്നത്. കുറേ വ്യൂവേഴ്സ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അവർക്കും അവരുടെ സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കാൻ വരണം എന്ന് ആഗ്രഹം വന്ന് വരാനും പറഞ്ഞ് ഒരുപാടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള റെസ്പോൺസ് നമുക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എന്നെ വളരെയധികം എൻകറേജ് ചെയ്തു. ഇപ്പം നമ്മൾ 14 റീടേക്ക് എന്നുള്ള ഒരു ടേക്കിൽ തന്നെ തീർക്കാറുണ്ട്. കാരണം എക്സ്പീരിയൻസ് വന്നു എന്നുള്ളതാണ്. ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാം സഹായം ഉണ്ടെന്നറിയാം, ഉണ്ടാവും വേണം, അതിന് പ്രാർത്ഥനയും വേണം. അത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ എത്രയും സമയം പ്രസംഗിക്കേണ്ടി വരുമെന്ന് കരുതായിരുന്നില്ല. ബട്ട് ഈവൻ ദെൻ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഓപ്പൺ മൈ മൈൻഡ്
in this occasion, I wanted to thank those who I love and care so much, and I hope I'll get this support in future also. And I also just request you all to pray for my success. Thank you all.